ശ്രീദാമോദർ പ്രസാദ്, എന്തുകൊണ്ടായിരിക്കാം പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പാർലമെന്റിലേക്ക് വരാത്തത്? ഇതിപ്പോൾ പ്രതിപക്ഷം മാത്രമല്ലല്ലോ. പതിവിന് വിരുദ്ധമായി രാജ്യസഭയുടെ അധ്യക്ഷൻ ആവശ്യപ്പെടുകയാണ്. പ്രതിപക്ഷത്തിന്റെ ആവശ്യം ഒന്ന് അവിടെ അറിയിക്കണം, ആഭ്യന്തരമന്ത്രി വരണമെന്ന് പറയുകയാണ്. RSSന്റെ സർസംഘചാലക് പ്രതികരിച്ചുകൊണ്ട് ഈ CJP സമരത്തെയും യുവാക്കളുടെ പ്രതിഷേധത്തെയും ഒക്കെ പിന്തുണയ്ക്കുന്ന പ്രതികരണം നടത്തുകയാണ്. അത് ജനാധിപത്യത്തിന്റെ പ്രതിഷേധ മാർഗങ്ങളാണ് സമരം, അതിലൊരു തെറ്റുമില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ആരെയൊക്കെയാണ് ഈ രണ്ടുപേരും വെല്ലുവിളിക്കുന്നത്? ഈ മൺസൂൺ പാർലമെന്റ് സെഷൻ ആരംഭിക്കുന്ന സമയത്ത് അതിന് തൊട്ടുമുമ്പായിട്ട് ഉണ്ടായ ചർച്ചയ്ക്ക് ഈ സെഷനിൽ, ഈ പാർലമെന്റ് സെഷനിൽ പ്രധാനപ്പെട്ട പല ബില്ലുകളും വരുന്നു. ആ പൗരസമൂഹവും കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായി പൗരസമൂഹവും മാധ്യമങ്ങളൊക്കെ തന്നെ, ഉദാഹരണത്തിന് FCRI മാത്രമല്ല, ഉന്നത വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള വികസിത ഭാരത് ഉന്നത വിദ്യാഭ്യാസ മത്സര ബില്ല്, ഇങ്ങനെ പ്രധാനപ്പെട്ട ബില്ലുകളെല്ലാം വരും എന്നുള്ള പ്രതീക്ഷയിലും അതെന്താണ്, അതിൻ്റെ ഡിബേറ്റുകൾ എങ്ങനെയായിരിക്കും, അതെങ്ങനെയാണ് ഉരുതിരിയാൻ പോകുന്നത്, JPCയിലേക്ക് വിടും തുടങ്ങി ഇതിനെക്കുറിച്ചുള്ള ഗൗരവമായിട്ട് ആലോചിക്കുന്ന കാലമായിരുന്നു. എല്ലാവരുടെയും ശ്രദ്ധ അതിലേക്കായിരുന്നു. ആ സമയത്താണ് നീറ്റ് പരീക്ഷാ ചോർച്ചയെ ബന്ധപ്പെട്ട് അത്യന്തം ഗുരുതരമായിട്ടുള്ള ഒരു ക്രമക്കേടിനെതിരെ വിദ്യാർത്ഥികൾ അവരുടെ ജൈവമായ രീതിയിൽ സ്വന്തം നിലയ്ക്ക് അവർ ഒരു പ്രക്ഷോഭം ആരംഭിക്കുകയും അതിൻ്റെ അകത്ത് അവരുടെ ആഹ്വാനം ഉത്തരവാദപ്പെട്ട മന്ത്രി രാജിവെക്കുകയും സർക്കാർ ആ നിലയിൽ അതിന് മറുപടി പറയുക എന്നുള്ളതായിരുന്നു. അത് നമുക്കറിയാം. ആ സമരത്തിൻ്റെ പരിണത ഫലമായിട്ട് വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുകയും സർക്കാർ CJPയുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുകയും ചെയ്തു. പക്ഷേ ആ സമരവുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ട കാര്യം, നമ്മൾ എല്ലാവരും അതിന് BJPയുടെ പ്രതിനിധികൾക്കും മറ്റവർക്കും ടിയാൻമെൻ സ്ക്വയർ പോലും ഉണ്ടായി എന്ന് ഞാൻ പറഞ്ഞില്ല. ടിയാൻ സ്ക്വയർ പോലെ ഭീകരമൊക്കെ നമ്മൾ കണ്ടതാണ് ഈ ലോകത്ത്. പക്ഷേ വിദ്യാർത്ഥികൾ സമരം ചെയ്യുമ്പോൾ, ജനാധിപത്യ സമരം ചെയ്യുമ്പോൾ അവർ നേരിടുന്നൊരു മാർഗമുണ്ട്. അവർ റൈറ്റ് അല്ല നടത്തിയിരുന്നത്, അവർ സമാധാനപരമായിട്ടൊരു ഒരു ആവശ്യം ഉന്നയിക്കായിരുന്നു. ആ ആവശ്യം നമ്മുടെ മുമ്പിൽ എല്ലാവരും അംഗീകരിക്കുന്ന, ഒരുപക്ഷെ നമുക്കറിയാം മോഹൻ ഭഗവത് തന്നെ ആ സമരത്തെ അംഗീകരിക്കുന്ന സ്ഥിതിയാണത്. ആ സമരത്തെ എങ്ങനെയാണ് നേരിട്ടത്? ആ സമരത്തെ നേരിട്ടത് വളരെ പോലീസ് അതിക്രമം അഴിച്ചുവിടുന്ന ഒരു ഘട്ടമെത്തി. ഇവരൊന്നും രാഷ്ട്രീയ സംഘടന പ്രവർത്തിച്ചു വരുന്ന ആൾക്കാരല്ലല്ലോ. ആ അതിക്രമവുമായി ബന്ധപ്പെട്ട് വലിയ ഒരു പ്രശ്നം സമൂഹത്തിലും എല്ലാ സ്ഥലത്തും എല്ലാവരെയും വ്യക്തിപരമായിട്ട് എല്ലാവരെയും മാനസിക, അത് BJPക്കാരും അങ്ങനെ ഉണ്ടായിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു, എല്ലാവരും മാനസികമായി ഉലച്ച സംഭവമാണത്. കാരണം RAF സൈനികൻ്റെ AK-47 കണ്ടു, കാശ്മീരിൽ മനുഷ്യാവകാശ ലംഘനത്തിൽ കിട്ട പെല്ലറ്റിൻ്റെ ഉപയോഗം കണ്ടു, അതിൽ വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു, ജനങ്ങൾക്ക് പരിക്കേറ്റു, ഇങ്ങനെ ഗുരുതരമായ പ്രശ്നമുണ്ട്. ഇതിനൊക്കെ നേരിട്ട് ഉത്തരവാദിത്തം എന്ന് പറയുന്ന ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക്, ഇന്ത്യയുടെ ചെറിയ സ്ഥാനമല്ലോ, ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് ഒരു പ്രധാനപ്പെട്ട സ്ഥാനത്താണ് അദ്ദേഹത്തിന് ഉത്തരവാദിത്തം. സ്വാഭാവികമായിട്ടും പാർലമെൻറ്റിൽ ഇത് ചർച്ച ചെയ്യുമ്പോൾ അതിന് ആ സെഷനിലാണ് പാർലമെൻറ്റ്. സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ ഉത്തരവാദിത്തം എന്താണ്? പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്തം അത് ആര് ഭരിച്ചായിക്കോട്ടെ, ആരാണ് ഭരിക്കുന്നതല്ല, പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്തം സഭയിൽ ഈ വിഷയം ഉന്നയിക്കുക എന്നുള്ളതാണ്. ഗവൺമെൻറ്റിനെ കുറിച്ച് ഇന്ത്യൻ ജനാധിപത്യ ചരിത്രത്തിൽ ഭരിക്കുന്നവർ എപ്പോഴും, നെഹ്റുവിൻ്റെ കാലത്ത് ഒരുപക്ഷെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവം ഉണ്ടായിരിക്കും, പ്രതിരോധത്തിലായിരിക്കും. ജനാധിപത്യത്തിൻ്റെ ഒരു സവിശേഷത തന്നെ ഭരണപക്ഷം പ്രതിരോധത്തിലായിരിക്കും, പ്രതിപക്ഷത്തിൻ്റെ ആർജവം കൂടും. അതില്ലെങ്കിൽ ജനാധിപത്യത്തിൽ എന്തോ പ്രശ്നം നടത്തും. ഭരണപക്ഷം പ്രതിരോധത്തിലാവുന്ന ജനാധിപത്യത്തിൻ്റെ സവിശേഷതയാണ്. കാരണം അവർ ഭരിക്കുന്നവരാണ്, മറുപടി പറയാൻ ബാധ്യസ്ഥരായിട്ടുള്ള ആൾക്കാരാണ്. പ്രതിപക്ഷത്തിൻ്റെ ആർജവം കൂടും, പ്രതിപക്ഷം ഉന്നയിക്കും. അത് ഏത് ഘട്ടത്തിലും, അത് മൻമോഹൻ സിംഗ് ഭരിക്കുന്ന ഘട്ടത്തിലാണെങ്കിൽ, ഇന്ദിരാഗാന്ധി ഭരിക്കുന്ന ഘട്ടത്തിലും, വാജ്പേയി ഭരിക്കുന്ന ഘട്ടത്തിലാണെങ്കിൽ അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ആ നിലയിൽ പക്ഷേ ഈ കഴിഞ്ഞ ഒരു 3 ടേം ഭരണത്തിൽ വ്യത്യസ്തമായ അനുഭവം നമുക്കുണ്ട്. കാരണം പ്രതിപക്ഷം പരമായി തെരഞ്ഞെടുപ്പിൽ ദുർബലപ്പെടുകയും വലിയ തോതിൽ ഭൂരിപക്ഷ സംവിധാനം BJPക്ക് ഉണ്ടാകും. BJPക്ക് ഒരു അതീശത്വം ആ നിലയ്ക്ക് നേടിയതിൻ്റെ ഭാഗമായിട്ട് പ്രതിപക്ഷത്തെ ബഹുമാനിക്കേണ്ട, ജനാധിപത്യത്തിൻ്റെ ഈ അടിസ്ഥാന പ്രമാണങ്ങളെ ബഹുമാനിക്കേണ്ട, പ്രതിപക്ഷ നേതാവിന് സ്ഥാനം പോലും കൊടുക്കാത്ത ഘട്ടമുണ്ടായിരുന്നല്ലോ. അങ്ങനെ ഒരു തോന്നൽ അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ അതിനെക്കൂടെ ആശങ്കപ്പെടേണ്ടി വരും. അതിൻ്റെ ഭാഗമായിട്ട് ഇതിനോട് പ്രതികരിക്കേണ്ട എന്ന് പറയുന്നത് സമീപനമാണോ എന്നുള്ള കാര്യത്തിൽ പൗരസമൂഹത്തിന് വലിയ ആശങ്കയുണ്ട്. കാരണം ഉത്തരവാദപ്പെട്ട ഒരാൾ വന്ന് മറുപടി പറയുകയും പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം ഇതിൻ്റെ മാത്രമല്ലല്ലോ ഇതിൻ്റെ അകത്തുള്ളത്. നേരത്തെ സ്മൃതി സൂചിപ്പിച്ച പോലെ അത് പിന്നീട് പാർലമെന്ററി എല്ലാവരും അറിയുന്ന ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റും രാജ്യസഭാ അധ്യക്ഷനും അദ്ദേഹത്തോട് ആഭ്യന്തര വകുപ്പ് മന്ത്രിയോട് സഭയിൽ വരാനും അതിനുള്ള വിശദീകരണം നൽകാനും പറഞ്ഞു. എന്താണ് വിശദീകരണം നൽകാനുള്ള പ്രശ്നം? എന്താണ്? അദ്ദേഹത്തിന് സംസാരിക്കാനുള്ള കഴിവുള്ള ആളാണല്ലോ, എത്രയോ പ്രധാനപ്പെട്ട ബില്ലുകൾ പൈലറ്റ് ചെയ്ത ആളാണ് അദ്ദേഹം. പ്രതിപക്ഷം ചോദിക്കുന്ന മറുപടി പറഞ്ഞു. അപ്പോൾ 2 കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് പൗരസമൂഹം ഒരു കക്ഷിരാഷ്ട്രീയ അധികമായി ചിന്തിക്കാൻ മനസ്സിലാക്കും. ഒന്ന്, പ്രതിപക്ഷത്തിൻ്റെ കാര്യങ്ങൾക്ക് മറുപടി വരെ ഞങ്ങൾ ബാധ്യതയില്ല, കാരണം ഞങ്ങൾക്ക് ജനാധിപത്യത്തിന് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് ഒരു താല്പര്യമില്ല. അത് നന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് വലിയ ആശങ്കയുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, മറുപടി പറയാൻ ഒന്നുമില്ല. കാരണം ഒരുപക്ഷെ പ്രതിപക്ഷം ഈ കാര്യത്തിൽ നിലവിൽ സ്ഥിതിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മേൽക്കൈ നിലവിൽ തന്നെ പ്രതിപക്ഷത്തിന് ഈ സംഭവത്തിന് ശേഷമുണ്ട്. നമ്മൾ അസാധാരണ ഒരു ഭൂതകാല ചരിത്രം, സമീപ ഭൂതകാല ചരിത്രം നോക്കുകയാണെങ്കിൽ ഇത്രയും മേൽക്കൈ പ്രതിപക്ഷത്തിനും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്ക് കിട്ടിയൊരു ഘട്ടം ചരിത്രത്തിലില്ല. നമ്മൾ വാസ്തവപരമായി നോക്കുന്ന കാര്യം, അത് വീണ്ടും മേൽക്കൈ കിട്ടുന്നൊരു ഘട്ടം ഉണ്ടാകുമോ എന്നൊരു ആശങ്കയായിരിക്കാം യഥാർത്ഥ കാരണം.
പക്ഷേ അവിടെ തോൽക്കുന്നത് ആരാണ്? ജനാധിപത്യമാണ് തോൽക്കുന്നത്. ജനാധിപത്യം എന്ന് പറയുന്നത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പിൻബലത്തിൽ മാത്രം പ്രവർത്തിക്കണ്ടല്ലോ. അത് ഒരു സംവിധാനമാണ് ജനാധിപത്യം. ആ സംവിധാനം നിലനിൽക്കുക എന്ന് പറയുന്നത് നമ്മൾ അതുകൊണ്ടാണല്ലോ മദർ ഓഫ് ഡെമോക്രസി എന്ന് നരേന്ദ്രമോദി തന്നെ വിശേഷിപ്പിക്കുന്ന ഒരു സംവിധാനമല്ല. അപ്പോൾ അവിടെ മറുപടി പറയുക എന്നുള്ളത് മറുപടി പറയാൻ മാത്രമല്ല, ചോദ്യങ്ങൾ നേരിടുകയും ചോദ്യങ്ങൾ പിഴവുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചിലപ്പോൾ നേരിടുന്നതിൽ കൃത്യം മറുപടി പറയാൻ പറ്റും. പക്ഷേ അവിടെ നമ്മൾ കാണിക്കേണ്ട ജനാധിപത്യത്തിൻ്റെ ഒരു ആഭിജാത്യമുണ്ട്. ജനാധിപത്യത്തിൻ്റെ ആഭിജാത്യം, മറ്റേ ആഭിജാത്യമല്ല. ജനാധിപത്യത്തിൻ്റെ ആഭിജാത്യം എന്ന് പറഞ്ഞാൽ അതിന് മറുപടി പറയുകയും അതിൻ്റെ ദൃഢത ഉറപ്പുവരുത്തുകയും ചെയ്യണം. അതിൽ പാളിച്ച പറ്റുന്നത് സത്യത്തിൽ സംഭവിക്കുന്ന BJPക്ക് സംഭവിക്കുന്ന വലിയ ക്ഷീണമാണ്. നമ്മൾ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചറിയാം. നമ്മൾ ഇതായി ബന്ധപ്പെട്ട ചർച്ചകൾ കുറച്ച് ദിവസമായി നടക്കുന്നുണ്ട്. നമ്മൾ ഈ ചർച്ചകളൊക്കെ അതിന് യൂട്യൂബിൽ പോയി കാണുമ്പോൾ ഒക്കെ കാണാൻ സാധിക്കുന്ന കാര്യം, ഒരുപക്ഷെ BJPയെ പ്രതിനിധീകരിച്ച് വരുന്നവരും അല്ലെങ്കിൽ BJPയുടെ വക്താവായി വരുന്നവരൊക്കെ തന്നെ ഇതിൽ ചോദ്യം മറുപടി പറയാൻ അവർക്ക് തന്നെ ബന്ധപ്പാടുന്ന കാര്യം, അവർക്ക് ജനാധിപത്യത്തെക്കുറിച്ചുള്ള ബോധ്യം ഉണ്ടാവണമല്ലോ. അവർക്ക് ബന്ധപ്പാടുണ്ട്. അവർ പറയുന്നത് ഇതിൻ്റെ സഭയിൽ പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്തമില്ലായ്മയെക്കുറിച്ച് അല്ലെങ്കിൽ മുമ്പുള്ള ചരിത്രത്തെക്കുറിച്ച്, ഈ വാട്ടർ ബോട്ടറി എന്ന് വിളിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അത് ഉന്നയിക്കോട്ടെ, അത് ഉന്നയിക്കാൻ സ്വാഭാവികമായിട്ട് അവർ ഉന്നയിക്കും. പക്ഷേ ഈ കാര്യത്തിൽ എന്തുകൊണ്ട് വരുന്നില്ല അവർക്ക് മറുപടി പറയാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ അകത്ത് സംഘടനാപരമായി പോലും ആ വിവരം കൊടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ, ഒരുപക്ഷെ ഇന്ത്യയിൽ എന്താണ് CPM-നും BJP-നും പ്രത്യേകത, അവരുടെ ആ സംഘടന പ്രത്യേകമെങ്കിൽ മന്ത്രിമാരുടെ പുറത്ത് പോലും സംഘടനയ്ക്ക് സ്വാധീനമുണ്ടെന്നില്ല. സംഘടന പല കാര്യങ്ങളിലും അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തുന്നുണ്ട്. ഇവ സംഘടനയിലെ അപ്പോൾ സംഘടനയെ ബന്ധപ്പെട്ട ആൾക്കാർക്ക് പോലും അഭിപ്രായം പറയാത്തൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ എത്ര സങ്കീർണമാണ് ഒരു കേന്ദ്രീകരണം. ആ ഒരു പ്രശ്നം ഒരു സ്ഥലത്ത് നിൽക്കുന്നതല്ല, അത് ജനാധിപത്യത്തെ സംബന്ധിച്ചോളം ആശങ്കാജനകമായിട്ടുള്ള കാര്യമാണ്. അതൊരു വ്യക്തിയുടെയോ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ മാത്രം പ്രശ്നമല്ല. അത്തരം സിറ്റുവേഷൻ ഉണ്ടാക്കേണ്ട ആവശ്യം എന്നുള്ളത് വാസ്തവന BJPയുടെ ഒരു അസ്തിത്വത്തെ തന്നെ ബാധിക്കുന്ന കാര്യമല്ലേ, BJPയുടെ ഒരു പ്രതിച്ഛായ തന്നെ ബാധിക്കുന്ന കാര്യമല്ലേ, ഇത് അവരുടെയൊക്കെ തന്നെ അവരുടെ നേതാക്കളെ പ്രതിച്ഛായ തന്നെ ബാധിക്കുന്ന കാര്യമില്ല. അപ്പോൾ അത്തരം അവസ്ഥ ഉണ്ടാകുന്നതിന് സ്ഥിതിച്ചിട്ടുണ്ടെങ്കിൽ ജനാധിപത്യത്തെ സംബന്ധിച്ചോളം ഒട്ടും ഒരു തരത്തിലുള്ള വലിയ പ്രതിസന്ധി നേരിടുന്നൊരു സമീപനമാണ് ഇതിൻ്റെ ഈ നമ്മുടെ പാർലമെൻറ്റ് സെഷൻ കഴിയുന്ന സ്ഥിതിയോടുകൂടി നമുക്ക് ഇതിന് നമ്മുടെ ആശങ്കകൾ വർദ്ധിക്കാനുള്ള സാധ്യത കൂടുതലുണ്ട്. കാര്യം ഏത് നിലയ്ക്കാണ് ഇത് പോകുന്നതിനെക്കുറിച്ച് നമ്മളെല്ലാവരും ആകുലപ്പെടേണ്ട സ്ഥിതി ഉണ്ടായിരിക്കും. Debate with Smriti Parathikkad.